ഈസി ആൻഡ് ടേസ്റ്റി സോയ ചങ്ക്സിൻ്റെ കറി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ സോയ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതാ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇടലാണ് എല്ലാവരും. ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന്, അതാണ് ഈസി എന്ന് പറഞ്ഞത്. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ചൂടാക്കും വെള്ളം. ഇതാ കുറച്ച് ഉപ്പിടാം. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കറി വെക്കുമ്പോൾ ഈ സോയയിൽ ഉപ്പ് പിടിക്കാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ ഉപ്പ് പിടിച്ചോളും. ഉപ്പിട്ടിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് വയ്ക്കാം. അത് നന്നായിട്ട് തിളച്ചിട്ട് ഓഫാക്കാം. ഇതങ്ങനെ പെട്ടെന്നാവും. അതിപ്പോൾ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫാക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ ഗ്രേവി നോക്കാം. ഇനി നമുക്ക് ആ സോയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് ജീരകം കളർ കഴിയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അരയ്ക്കാനാണ്. സവാള, ഇവിടെ ചെറിയ ആൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയിൽ കടിക്കണ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത് അരച്ചിട്ടാകുമ്പോൾ പിന്നെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടം. ഇതിലേക്ക് കുറച്ച് തക്കാളി, ഒരു സവാള, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില നന്നായിട്ട് വഴറ്റിയിട്ട് ചൂടായി കഴിയുമ്പോൾ അരച്ചിട്ട് അങ്ങനെ ആക്കുന്നു. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ലേശം പൊടികളിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് ഇടാം കേട്ടോ. അല്ല, കുറച്ചുകൂടി മുളക് പൊടി ഇടാം, പച്ചമുളക് കയറിയിടാം. മല്ലിപ്പൊടി ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 1/4 സ്പൂൺ ഗരം മസാല. ഈ സോയയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമാണ്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കാം. സവാളയുടെയും തക്കാളിയുടെയും എല്ലാത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ചൂടാകും. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ച് എടുക്കാം ചൂടാറിയിട്ട്. അരയ്ക്കാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര കട്ടിയാവും. അപ്പോൾ നമുക്ക് കുറച്ച് തിളപ്പിച്ച് അരച്ച വെള്ളമാട്ടോ ചേർക്കണം, പച്ചവെള്ളമല്ല. ഇത് നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പാനിലേക്ക് ഇടാം. അത് അരച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ജാറിൽ കുറച്ച് തിളപ്പിച്ചരച്ച വെള്ളം ജാറിൽ ഒഴിച്ചിട്ട് അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ തിളപ്പിച്ചരച്ച വെള്ളമാണ് കേട്ടോ. അത് കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഗ്രേവി ആക്കാം. പിന്നെ സോയ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി അത് കുറുകും. അതുകൊണ്ട് ഇത് ഇത്ര ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് സോയ ഇടാം. നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തത്, അപ്പോൾ അധികം നേരമൊന്നും ഇടേണ്ട ആവശ്യമില്ല. സോയ ഓൾറെഡി വെന്തതാണ്. വേണ്ട, ഇനിയിപ്പോൾ ഇത്രയുണ്ട് ഗ്രേവി. ജസ്റ്റ് ഒന്ന് എല്ലാം വെന്തതാണല്ലോ, അപ്പോൾ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ടൊന്ന് തിളച്ചാൽ മതി. പെട്ടെന്നാവും. കുറച്ചും കൂടി ഗ്രേവി വേണ്ടവർക്ക് കുറച്ചും കൂടി ലൂസാക്കാം. അല്ല, കുറച്ചും കൂടി തിക്കായിട്ടുള്ളവർക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട. കുറച്ചും കൂടി ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറുകി സോയ വലിച്ചെടുക്കുമല്ലോ. അല്ല, ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ വരെ കഴിച്ചോളൂ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി സോയാ കറി. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലിടാം. ടേസ്റ്റിന് വേണ്ടി ഒരു ലേശം പഞ്ചസാര ഇടുന്നുണ്ട്. കാരണം ഇവിടെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ. ടൊമാറ്റോ സോസ് കഴിഞ്ഞിരിക്കുക, നല്ല ചിലവാണ് ഇവിടെ. അതിന് ലാസ്റ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇടുന്നുള്ളൂ കേട്ടോ. ഇവിടെ ചെറിയ ആൾക്ക് മല്ലിയില ഇഷ്ടമല്ല, കടിക്കണ ഇഷ്ടമല്ല. നേരത്തെ അരച്ചപ്പോൾ ചേർത്താൽ മതിയല്ലോ. അത്രയും ഞാൻ ഓർത്തില്ല. കരിവേപ്പില ചേർത്തപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് സോയ ചങ്ക്സ് കറി അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ഓക്കെ, ബൈ.